നെക്സ്റ്റ് ടോപ്പിക്കാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ജമ്പ് ചെയ്യുക പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? ചാടുക. അപ്പോൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിപ്പോൾ ലൂപ്പ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനെ കൊടുക്കുന്നു, ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൂപ്പ് ആവുന്ന സമയത്ത് ഇത്ര പ്രാവശ്യം അതേ സ്റ്റെപ്പുകൾ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചാടുന്ന പ്രോസസ്സ് ചെയ്യാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ഈ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നും താഴത്തേക്കൊക്കെ പോകാൻ പറ്റും. ഒരിക്കലും നമുക്ക് റിവേഴ്സ് പ്രോസസ്സിൽ പോകാൻ പറ്റില്ല. അതേസമയം നമ്മൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ താഴെ നിന്ന് നമുക്ക് എങ്ങനെ പോകാം? മുകളിലേക്ക് പോകാം. അങ്ങനെയുള്ള രീതിയിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചാടാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, ഒരു സൗകര്യമുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻലി 4 തരത്തിലുള്ള ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് റിട്ടേൺ കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടിരിക്കുന്നത്? മെയിൻ ഫംഗ്ഷൻ്റെ താഴെ മെയിൻ എഴുതി നമ്മൾ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ 0. അപ്പോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? മെയിൻ ഫംഗ്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മെയിനിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാനോ അല്ല എന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ അവിടേക്ക് കൺട്രോൾ കൊണ്ടുപോകാനോ. അപ്പോൾ പ്രോഗ്രാമിന് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് എഴുതിക്കുന്ന പ്രോഗ്രാമിനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് കോൾ ചെയ്യുന്നു, വിളിക്കും എന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ പഠിക്കുന്നുണ്ട് 10ാമത്തെ ചാപ്റ്ററിൽ. വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് വേറൊരു പ്രോഗ്രാമിൻ്റെ ഭാഗത്തിനെ നമ്മൾ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാനാണ് വേണ്ടി ആരെ യൂസ് ചെയ്യുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ റിട്ടേണിന് 2 യൂസാണ്. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മെയിൻ ഫംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. 2 യൂസാണ്. ഇനി അടുത്ത ജംപ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗോ ടു. ഗോ ടു എന്ന് പറയുന്ന ജംപ് സ്റ്റേറ്റ്മെൻറ്റിന് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രോഗ്രാമിന് എവിടേക്ക് വേണമെങ്കിലും കൺട്രോൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എപ്പോഴുമുള്ള ഒരു ആളാണ് ലേബൽ എന്ന് പറയും. ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വേരിയബിൾ, നമ്മൾ സാധാരണ വേരിയബിൾസ് ഒക്കെ കൊടുക്കില്ല, അതേപോലെ ഒരു സാധനമാണ് ആര്? ലേബൽ. അതാണ് ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുക. അതായത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഡെസ്റ്റിനേഷൻ, ടാർഗറ്റ് എവിടേക്കാണോ കൊണ്ടുപോകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ആര്? ലേബൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ്. ഗോ ടു ലേബൽ സെമിക്കോളൻ. പിന്നെ നമ്മളിവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു, അതിനുശേഷം ലേബൽ ഇവിടെ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഈ സിൻടാക്സ് പ്രകാരം എന്ത് ചെയ്യും? ഗോ ടു ലേബൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അകത്തേക്കൊന്നും കൺട്രോൾ കയറില്ല, നേരെ എവിടേക്ക് വരും? ഈ ലേബലിൻ്റെ അവിടേക്ക് വരും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ പ്രോഗ്രാം എന്ത് ചെയ്തു? ഇവിടെ നിന്നും ഇവിടേക്ക് ചാടി. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ് ലേബൽ. ലേബൽ ഈസ് എൻ ഐഡൻറ്റിഫയർ, ഒരു വേരിയബിൾ മാത്രമാണ്. ഇനി നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം പറയാം. ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1 എക്സ് സി ഔട്ട് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ദെൻ ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഗോ ടു എക്സ്. ഗോ ടുവിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല കേട്ടോ. ഗോ ടു എക്സ്. ഗോ ടു എക്സ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാവും, ആദ്യം ഐ ഈസ് ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 1 ആയി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് സി ഔട്ട് ഐ എന്ത് പ്രിൻറ്റ് ചെയ്യും? 1 പ്രിൻറ്റ് ചെയ്യും അല്ലേ? അതിനുശേഷം ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഇപ്പോൾ ഐന് എന്ത് വാല്യൂ ഉണ്ടോ അതിൽ കൂടെ 1 കൂട്ടുക. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. ഇഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ? ഐയുടെ വാല്യൂ 2 ആണ്. 2 5-നെക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ? ആണെങ്കിൽ ആണല്ലോ, 2 5-നെക്കാട്ടും ചെറുതാണല്ലോ. ഗോ ടു എക്സ്. അപ്പോൾ കൺട്രോൾ എവിടേക്ക് പോകും? ഇവിടേക്ക് പോകും. മനസ്സിലായോ? ഇത് സാധാരണ നമ്മൾ പ്രോഗ്രാം താഴെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഗോ ടു എക്സ് എന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എവിടേക്ക് പോകും? ഈ എക്സിലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇനിഷ്യലൈസേഷൻ ഇല്ല, പിന്നെ എന്ത് പറയും? ഇപ്പോൾ ഐ 2 ആയില്ല ഇവിടെ വെച്ചിട്ട്, ഐയുടെ വാല്യൂ 2 സി ഔട്ട് ആയി 2 പ്രിൻറ്റ് ചെയ്യും. പിന്നെ 2 + 1 ഈ ഐയുടെ വാല്യൂ എന്തായി? 3 ആയി.
3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. ഗോ ടു എക്സ് ഇങ്ങോട്ടേക്ക് പോകും. സി ഔട്ട് ഐ എന്ത് പ്രിൻറ്റ് ചെയ്യും? 3 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 + 1 ഐയുടെ വാല്യൂ 4 ആവും. ഈ അതിൻ്റെ വാല്യൂ ഇപ്പോൾ 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഗോ ടു എക്സ്. ഗോ ടു എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകും. സി ഔട്ട് ഐ 4 പ്രിൻറ്റ് ചെയ്യും. 4 + 1 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. ഗോ ടു എക്സ് എന്ന് പറഞ്ഞാൽ സി ഔട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്തിന് 5 പ്രിൻറ്റ് ചെയ്യും. 5 + 1 6 ആവും. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ഫാൾസ് ആണ്. ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരും. ഈ കണ്ടീഷനിൽ നിന്നും, ലൂപ്പിൽ നിന്നല്ല, ഈ കണ്ടീഷനിൽ നിന്നും പുറത്തേക്ക്. ശരിക്കും ഒരു ലൂപ്പ് പോലെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഗോ ടു എക്സിൻ്റെ പ്രത്യേകത. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എപ്പോഴും ആരുണ്ടാവും? ഒരു ലേബൽ ഉണ്ടാവും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് നമ്മൾ കണ്ടത്? സ്വിച്ചിൻ്റെ കേസിലാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിന് 2 യൂസാണ്. അതായത് ഒരു എൻക്ലോസിങ് ലൂപ്പ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾക്കൊണ്ടിട്ടുള്ള ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് വരികയാണ് എങ്കിൽ ആ ലൂപ്പ്, അത് ആ ബ്രേക്കിനെ ഉൾക്കൊള്ളുന്ന ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനോ ആണ് ആരെ യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിന് 2 യൂസാണ്. എൻക്ലോസിങ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ആര്? നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫോർ ഐ ഇസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ്. ഒരു ഫോർ ലൂപ്പ്, ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഐ ഇസ് ഈക്വൽ ടു 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ്. അതിന് താഴെ നമ്മൾ എഴുതുകയാണ് സി ഔട്ട് ഐ, അല്ലെങ്കിൽ ഇഫ് ഐ ഈക്വൽ ടു 3 ബ്രേക്ക് സി ഔട്ട് ഐ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ്. ഇങ്ങനെ ഒരു ലൂപ്പ് നമ്മൾ കണ്ട ഈ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല. മുകളിലത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കണ്ടാൽ നമുക്കറിയാം ഈ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം, എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? 10 പ്രാവശ്യം. കാരണം ഐ ഈക്വൽ ടു 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ, ബോഡിയിലേക്ക് പോകും. ഐ ഇൻക്രിമെൻ്റ് ആവും 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ, ബോഡിയിലേക്ക് വരും. ഐ എൻ്റെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ ട്രൂ. അങ്ങനെ ഈ പ്രോസസ്സ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? 10 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐയുടെ വാല്യൂ എന്തായി? 1 ആയി. 1 10നേക്കാട്ടും ചെറുതാണോ നോക്കി, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇവിടേക്ക് വരും. ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. 1 3ന് ഈക്വൽ ആണോ? അല്ല. സി ഔട്ട് ഐ എന്ത് പ്രിൻറ്റ് ചെയ്യും? 1 പ്രിൻറ്റ് ചെയ്യും. തൊട്ടടുത്ത് പിന്നെ അപ്ഡേഷനിലേക്ക് പോവും. ഇത് ബോഡിയാണല്ലോ, ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ ബോഡി. ഐയുടെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. 2 ഈക്വൽ ടു 3 2 3ന് തുല്യമാണോ? അല്ല. സി ഔട്ട് ഐ എന്ത് പ്രിൻറ്റ് ചെയ്യും? ഐയുടെ വാല്യൂ 2 പ്രിൻറ്റ് ചെയ്യും. പിന്നെ അപ്ഡേഷനിലേക്ക് പോകും. ഐയുടെ വാല്യൂ എന്താവും? 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 3 10നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ നോക്കി. 10നേക്കാട്ടും ചെറുതാണ്. 3 ഈക്വൽ ടു 3, 3 3ന് തുല്യമാണോ? ആണ്. ബ്രേക്ക് എന്ത് ചെയ്യും? പിന്നെ ഇതിൻ്റെ അകത്തേക്കൊന്നും കയറില്ല, ഈ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരും. പിന്നെ ശരിക്കും ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? 10 പ്രാവശ്യം വർക്ക് ചെയ്യണം. കാരണം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ 1 വെച്ചേ കൂടുന്നുള്ളൂ. 10 പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മൾ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊരു ലൂപ്പിൻ്റെ ഉള്ളിലാണോ ഉള്ളത് ആ ലൂപ്പിൽ നിന്നും എന്ത് ചെയ്യും? അത് പുറത്തേക്ക് വരും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ലൂപ്പിൽ നിന്നും, അതായത് അത് ഉൾക്കൊള്ളുന്ന എൻക്ലോസ് ചെയ്യുന്ന ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരാൻ ആരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് യൂസ് ചെയ്യുന്നു. നമ്മൾ സ്വിച്ച് ഡേൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. കേസ് 1 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സി ഔട്ട് മൺഡേ ബ്രേക്ക്. കേസ് 2 ആണെങ്കിൽ സി ഔട്ട് ട്യൂസ്ഡേ ബ്രേക്ക്. ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാം എഴുതിയിരുന്നു അല്ലേ? കേസ് 3 ആയിരുന്നു സി ഔട്ട് വെഡ്നസ്ഡേ ബ്രേക്ക്. ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാം എഴുതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1 ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷനും ഈ 1 കൂടെ കമ്പയർ ചെയ്യും. സെയിം ആണോ? ആണ്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും.
അടുത്ത കേസിലേക്ക് പോവോ? ഇല്ല. ഈ കേസിലെ മൺഡേ പ്രിൻ്റർ എന്ത് ചെയ്യുന്നു? ഈ കേസിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്ത് വരാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്? ബ്രേക്ക്. ഇപ്പോൾ ഒരു സ്വിച്ചിലെ ഒരു കേസിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ബ്രേക്ക്. ഇപ്പോൾ നമ്മൾ 2 ആണ്, നമ്മൾ ഡേയുടെ വാല്യൂ 2 കൊടുത്തത് വിചാരിക്കും. 2ഉം 1ഉം കൂടെ നോക്കും, മാച്ചാണോ? അല്ല. ഇതിനകത്തേക്ക് കയറില്ല. 2ഉം കൂടെ നോക്കും, മാച്ചാണോ? ആണ്. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും. ഇനി അഥവാ നമ്മൾ ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. അതായത് സി ഔട്ട് മൺഡേ കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ബ്രേക്കേ കൊടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ എൻ്റർ എ ഡേ പറഞ്ഞു, ഞാൻ 1 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിസൾട്ട് എന്തേ വരാൻ പാടുള്ളൂ? മൺഡേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ 1ഉം ഈ 1ഉം കൂടെ കമ്പയർ ചെയ്ത് നോക്കും. ഇവിടെ നമ്മൾ കൊടുത്ത 1ഉം ഈ കേസിലെ 1ഉം കൂടെ കമ്പയർ ചെയ്യും. ഇത് മാച്ച് ആവുന്നു. ശരി, എന്ത് പ്രിൻ്റ് ചെയ്യും? മൺഡേ പ്രിൻ്റ് ചെയ്യും. അവസാനിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് അവസാനിക്കാത്തത്? ഈ കേസിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ബ്രേക്ക് കൊടുത്തിട്ടില്ല. ബ്രേക്ക് കൊടുത്താൽ മാത്രമേ ആ കേസിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. തൊട്ടടുത്ത കേസിലും കൂടെ കയറും. എന്തും കൂടെ പ്രിൻ്റ് ചെയ്യും? ട്യൂസ്ഡേയും കൂടെ പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യും? അവിടെ ബ്രേക്ക് ഉണ്ട്, അടുത്തതിലേക്ക് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പോൾ ഒരു സ്വിച്ചിൻ്റെ കേസിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ആരും നമ്മൾ യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്കിന് 2 യൂസാണ്. ഒരു സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് വരാനും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു എൻക്ലോസ് ചെയ്ത ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 യൂസാണ് നമ്മുടെ ആരെ കൊണ്ട് യൂസ് ഉള്ളത്? ബ്രേക്കിനെ കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു വൺ ഓഫ് ദി ജംപ് സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊരു ജംപ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ യൂസ് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ്. ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള ഒരു കോഡിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദി ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള കോഡിൻ്റെ ഒരു ഭാഗത്തിനെ സ്കിപ്പ് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ഭാഗത്തിനെ മാത്രമായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ആരെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടിന്യൂവിനെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള ഒരു കോഡിൻ്റെ ഒരു സർട്ടൺ പാർട്ടിനെ മാത്രം എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഫോർ മോളിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ പറയാം. I is equal to 1, I less than or equal to 10, I plus plus. If I is equal to 3. നേരത്തെ ബ്രേക്ക് ആയിരുന്നു, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? കണ്ടിന്യൂ എന്ന് കൊടുത്തു. അതിനുശേഷം സി ഔട്ട് ഐ കൊടുത്തു. I is equal to 1, ഐയുടെ വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. ഐയുടെ വാല്യൂ, അതായത് ഐയുടെ വാല്യൂ 3 ആണോ? ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 ആണ്. 3 അല്ല, ഇതിൽ കയറിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? 1 പ്രിൻറ്റ് ചെയ്യും. അപ്ഡേഷനിലേക്ക് പോകും. ഐയുടെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. 2 ഈക്വൽ ടു 3 ആണോ? 2 3 തുല്യമാണോ? അല്ല. സി ഔട്ടായി പ്രിൻറ്റ് ചെയ്യും. പിന്നെയും ഐ അപ്ഡേഷനോ ഐയുടെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. 3 ഈക്വൽ ടു 3 3 തുല്യമാണോ? 2 ഈക്വൽ ടുൻ്റെ യൂസ് എന്താണ്? കണ്ടീഷൻ ചെക്കിംഗ് ആണ്. ആണോ അല്ലയോ എന്നുള്ള 2 ഉത്തരം വരും അല്ലേ? അപ്പോൾ 3 ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണോ? ട്രൂ ആണ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ഒന്നല്ല, നമ്മൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്നും കയറില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇനി പതുക്കെ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. അപ്പോൾ സി ഔട്ട് ഐ എന്ന് പറഞ്ഞാൽ 3 പ്രിൻറ്റ് ചെയ്യില്ല, നേരെ എവിടേക്ക് പോകും? അപ്ഡേഷനിലേക്ക് പോകും. ഐയുടെ വാല്യൂ എന്താവും? ഐയുടെ വാല്യൂ 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. 4 ഈക്വൽ ടു 3 ആണോ നോക്കി? അല്ല. സി ഔട്ടായി 4 5 6 7 8 9 10 അങ്ങനെയുള്ള ബാക്കിയെല്ലാം പ്രിൻറ്റ് ചെയ്യും. ആരെ മാത്രം പ്രിൻറ്റ് ചെയ്യില്ല? ഈ 3നെ മാത്രം എന്ത് ചെയ്യില്ല? അത് പ്രിൻറ്റ് ചെയ്യില്ല. ആ 3 മാത്രം എന്ത് ചെയ്യുന്നു? അവർ സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു കോഡിൻ്റെ ഒരു സർട്ടൺ ഭാഗം മാത്രം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കണ്ടിന്യൂ. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്കും കണ്ടിന്യൂ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ എന്ത് ചെയ്യുന്നു? ആ പർട്ടിക്കുലർ ഭാഗത്തിനെ സ്കിപ്പ് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടത്തും. 10 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആ പർട്ടിക്കുലർ ഭാഗത്തിനെ മാത്രം എന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ ബ്രേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഭാഗം വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രോഗ്രാമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ആ ലൂപ്പിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാമിൽ നിന്നല്ല, ആ ലൂപ്പിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. കണ്ടിന്യൂ ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് പുറത്ത് ആ പർട്ടിക്കുലർ ഭാഗത്തിനെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടത്തും. അതാണ് കണ്ടിന്യൂ ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മെയിൻലി ഇവർ തമ്മിൽ വ്യത്യാസം ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രേക്ക് നമ്മൾ സ്വിച്ചിൻ്റെ കൂടെയും ലൂപ്പിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു. കണ്ടിന്യൂ നമ്മൾ ലൂപ്പിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, ബ്രേക്ക് യൂസ് ചെയ്യുന്ന സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ
സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കണ്ടിന്യൂ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതേസമയം ബ്രേക്ക് ആണെങ്കിൽ കണ്ടീഷൻ, അതായത് ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഇത് ശരിക്കും കണ്ടീഷൻ ട്രൂ ആണ്. 10 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, ആ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടക്കുന്നില്ല. അതേസമയം ഇവിടെയാണെങ്കിലോ, ഇവിടെ നമ്മളൊരു കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ ഭാഗത്തിന് സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, 10 പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് എത്ര പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവിടെയാണെങ്കിൽ അതാണോ സംഭവിക്കുന്നത്? അല്ല, 3 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യത്തിന് മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ഏതൊരു വാല്യൂവും കൂടെയാണ് ഇത് കമ്പയർ ചെയ്തിട്ട് മാച്ച് ആവുന്നത്, ആ വാല്യൂവിനെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടത്തുന്നു. അതാണ് ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു ഫംഗ്ഷൻ, അതായത് നമ്മുടെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഫംഗ്ഷനെ കുറിച്ച് പറയാൻ വിട്ടുപോയിരുന്നു. അതായത് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ 4 പറഞ്ഞുവല്ലോ. അതായത് റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഇവിടെ നമ്മൾ മറ്റൊരു സാധനം കൂടെ ഉണ്ട്, എക്സിറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം ഏതൊരു പേര് എഴുതി ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഉള്ളത് എന്താണ്, ഫംഗ്ഷനാണ്. നമ്മൾ മെയിനിനെ ഫംഗ്ഷൻ എന്നാണ് പറയുക, കാരണം മെയിൻ കഴിഞ്ഞ് എന്തുണ്ട്, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ എക്സിറ്റ് ഇസ് എ ഫംഗ്ഷൻ. ഈ എക്സിറ്റിൻ്റെ യൂസ് എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എക്സിറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ കോഡ് എഴുതിക്കൊണ്ടിരിക്കുക വിചാരിക്കും, പകുതി വഴിയെത്തിയിട്ട് നമ്മൾ എക്സിറ്റ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക, പിന്നെ അതിൻ്റെ താഴെയുള്ളതും കയറില്ല, പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ബ്രേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനാണ്. കണ്ടിന്യൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ലൂപ്പിൻ്റെ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാനാണ്. അതേസമയം എക്സിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എക്സിറ്റ്. എക്സിറ്റ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സി പ്രോസസ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലുണ്ട്, ആ ഹെഡർ ഫയൽ നിർബന്ധമായും പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IO stream എന്നുള്ള ഒരു ഹെഡർ ഫയൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും യൂസ് ചെയ്യും അല്ലേ. കാരണം എന്താണ്, ഹാഷ് ഇൻക്ലൂഡ് IO stream എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അതേസമയം നമ്മുടെ പ്രോഗ്രാമിൽ എക്സിറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരു പ്രീ പ്രോസസ്സർ ഡയറക്ടറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. എന്താണ്, സി പ്രോസസ് എന്ന് പറയും. അതായത് എക്സിറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു ഹെഡർ ഫയലാണ് സി പ്രോസസ് അല്ലെങ്കിൽ process.h എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു.